ഇന്ന് നടന്ന ഇറാൻ ഇസ്രായേലി അറ്റാക്കിൽ ഇസ്രായേലിന്റെ 2 എയർബേസിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻസ് പുറത്തു വരുന്നത്. നമുക്കത് പരിശോധിക്കാം. അതുപോലെ ഇറാൻ താൽക്കാലികമായി ഈ ഒരു അറ്റാക്കിംഗ് നിർത്തിവെച്ചതായിട്ടുള്ള ഇൻഫർമേഷൻസും കൂടി വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്താണെന്നും കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ ഇസ്രായേലിന്റെ 2 എയർബേസ് നേരെ ഇറാന്റെ ആക്രമണം, ഇത് വെരിഫൈ ചെയ്തിട്ടുള്ളത് ഇസ്രായേലി മീഡിയ തന്നെയാണ്. ഇസ്രായേലി മീഡിയ കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും പറ്റില്ല. അവർ ആകെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ 2 എയർബേസിന്റെ സറൗണ്ടിങ്ങിൽ നിന്നും വലിയ തരത്തിലുള്ള എക്സ്പ്ലോഷന്റെ സൗണ്ട് കേട്ടിട്ടുണ്ട് എന്നൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അത് എവിടെയാണെന്നുള്ള കാര്യമൊന്നും അവർ പറഞ്ഞില്ല. പക്ഷെ ഇറാൻ പറഞ്ഞിട്ടുള്ളത്, ഇറാൻ സേസ് ഇറ്റ് സ്ട്രൈക്ക് 2 എയർ ബേസസ് ഇൻ ഇസ്രായേൽ. ഇസ്രായേലിന്റെ 2 എയർബേസ് നേരെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അവർ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത് ഇസ്രായേലിന്റെ നെബേത്തിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർബേസും അതുപോലെ ടെൽനോഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർബേസ്, അങ്ങനെ 2 എയർബേസ് നേരെയാണ് ഇറാൻ അറ്റാക്ക് നടത്തിയിട്ടുള്ളത് എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. ഇറാൻ ഇതിന് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇറാന്റെ ഡിഫറെന്റ് പ്ലേസസിലുള്ള റഡാർ സൈറ്റ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, സിയോണിസ്റ്റ് റിജിം അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് പകരമായിട്ടാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയിട്ടുള്ളത് എന്നാണ് ഇറാൻ ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ ഒഫീഷ്യൽ കൺഫർമേഷൻസ് ഒന്നും ഇസ്രായേലിന്റെ ഭാഗത്തൊന്നും വന്നിട്ടില്ല. അതുപോലെ മറ്റൊരു ന്യൂസ് വന്നിട്ടുള്ളതാണ്, ഇറാനിയൻ മിസൈൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, അൽ അക്സ മോസ്കിൽ ഇസ്രായേലി സെറ്റിലേഴ്സിന്റെ ഒരു റിച്വൽ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു വീഡിയോ വന്നിട്ട് നമുക്കൊന്ന് കാണാം. ഇതാണ് ഇപ്പോ ഇവരുടെ അവസ്ഥ. ഇനി നമുക്ക് ഇറാൻ താൽക്കാലികമായിട്ട് ഈ ഒരു അറ്റാക്കിംഗ് നിർത്തിവെച്ചിട്ടുണ്ട്. അതായത് ഇറാൻ മിലിറ്ററി കമാൻഡ് പറഞ്ഞിട്ടുള്ളത് താൽക്കാലികമായി ഈ ഒരു ഓപ്പറേഷൻ, അതായത് ഇസ്രായേലിന് അഗനിസ്റ്റ് ആയിട്ടുള്ള ഈ ഓപ്പറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നാണ് പറഞ്ഞത്. ഏകദേശം ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഇപ്പോൾ 16 മണിക്കൂർ ഏകദേശം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇറാൻ അനൗൺസ് മൺഡേ ഇറ്റ് വിൽ ഹാൾട്ട് ഓൾ മിലിറ്ററി ആക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ അഗനിസ്റ്റ് ഇസ്രായേൽ. ഇസ്രായേലുമായിട്ടുള്ള എല്ലാ മിലിറ്ററി ഓപ്പറേഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, താൽക്കാലികമായി നിർത്തിവെക്കുന്നു. ഓൺ വൺ കണ്ടീഷൻ, ഒരു കണ്ടീഷനിൽ. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇസ്രായേലി അറ്റാക്ക് ഓൺ ലെബനൻ സ്റ്റോപ്പ്, അതായത് ലെബനനെ ഇസ്രായേലി അറ്റാക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം. ഇവിടെ പറഞ്ഞു, വി അനൗൺസ് ദ സസ്പെൻഷൻ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ആൻഡ് അഫേം ദാറ്റ് ഇഫ് അറ്റാക്സ് കണ്ടിന്യൂ particularly in southern Lebanon, our response will be even more forceful എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ താൽക്കാലികമായിട്ട് എല്ലാ മിലിറ്ററി ആക്ഷൻസും നിർത്തിവെക്കുന്നു, പക്ഷേ ലെബനന് നേരെ, അതായത് സദേൺ ലെബനൻ, പ്രത്യേകിച്ചും സദേൺ ലെബനന് നേരെ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള നമ്മുടെ തിരിച്ച് മറുപടി, അതായത് നമ്മുടെ അറ്റാക്കിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ശക്തിയുള്ളതായിരിക്കും എന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇറാൻ താൽക്കാലികമായി ഈ ഒരു അറ്റാക്കിന് നിർത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ സ്റ്റാൻഡ് എന്താണ്? ഇസ്രായേലിന്റെ സ്റ്റാൻഡ് കുറച്ച് പ്രശ്നമുള്ളതാണ്. അത് അറിയുന്നതിന് മുൻപായി നമുക്ക് സൗദി അറേബ്യയിലേക്ക് പോകാം. അതായത് സൗദി അറേബ്യ പറഞ്ഞത്, സൗദി അറേബ്യ ഡിനൈസ് ദ റിപ്പോർട്ട്സ് ഓഫ് അറ്റാക്ക് ഓൺ പ്രിൻസ് സുൽത്താൻ എയർബേസ്. പ്രിൻസ് സുൽത്താൻ എയർബേസിൽ നടന്നിട്ടുള്ള അറ്റാക്ക് അങ്ങനെ നടന്നിട്ടില്ല എന്നാണ് സൗദി അറേബ്യ പറഞ്ഞത്. സൗദി അറേബ്യ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറ്റ്സ് ഡിനൈ ദ റിപ്പോർട്ട് സർക്കുലേറ്റിംഗ് അബൌട്ട് ദി അറ്റാക്ക് ഓൺ ദ പ്രിൻസ് സുൽത്താൻ എയർബേസ് ഇൻ അൽ ഖർജ്. അൽ ഖർജിലുള്ള പ്രിൻസ് സുൽത്താൻ എയർബേസിൽ അറ്റാക്ക് നടന്നിട്ടില്ല എന്നാണ് സൗദി പറഞ്ഞിട്ടുള്ളത്. സൗദിയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് സ്പോക്ക് പേഴ്സൺ ആണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സൈറൻ, എയർ റഡാർ സൈറൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്ടിവേറ്റ് നടന്നിട്ടുണ്ട്. പക്ഷെ അതൊരു പ്രിക്കോഷണറി മെഷർ മാത്രമായിരുന്നു. അതായത് ആഫ്റ്റർ എ ബാലിസ്റ്റിക് മിസൈൽ വാസ് ലോഞ്ച്ഡ് ഫ്രം യമനിൽ നിന്നും ഒരു ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായ ഒരു പ്രിക്കോഷണറി മെഷർ ആയിട്ടാണ് ഈ ഒരു സൈറൻ ആക്ടിവേഷൻ നടന്നിട്ടുള്ളത് എന്നാണ് സൗദി അറേബ്യ പറഞ്ഞത്. അതായത് സൗദി അറേബ്യയിൽ അറ്റാക്ക് നടന്നിട്ടില്ല എന്നാണ് സൗദി അറേബ്യ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഇസ്രായേലിന്റെ സ്റ്റാൻഡ് നോക്കാം. ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത്, താൽക്കാലികമായി ഞങ്ങളും എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്ട്രൈക്ക് നിർത്തിവെക്കുന്നു എന്നാണ് ഇസ്രായേലി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. ഇസ്രായേലി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ട്രംപ് അണ്ണൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്രായേൽ നെതന്യാഹുവിനെയും വിളിച്ചിട്ടുണ്ട്, അതുപോലെ ഇറാനെയും വിളിച്ചിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഈ ഒരു താൽക്കാലികമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു അറ്റാക്കിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുള്ളത്. ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ ഇറാനുമായിട്ടുള്ള യുദ്ധം എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അറ്റാക്കിംഗ് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യും, പക്ഷേ നോർത്തേൺ ഫ്രണ്ടിൽ അറ്റാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ്രായേലി ഡിഫൻസ് ഒഫീഷ്യൽ എംഫസൈസ് ദാറ്റ് ദ ഫ്രീസ് ഡസ് നോട്ട് അപ്ലൈ ടു ദിയർ നോർത്തേൺ ഫ്രണ്ട്. നോർത്തേൺ ഫ്രണ്ടിൽ ഈ ഒരു ഫ്രീസ് അപ്ലൈ ആവില്ല എന്നാണ് ഡിഫൻസ് ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ളത്. ഈ നോർത്തേൺ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ലെബനൻ, അതായത് ലെബനനെ അറ്റാക്ക് ചെയ്യുമെന്ന്, അതായത് ഇറാനെ താൽക്കാലികമായിട്ട് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാം, പക്ഷേ ലെബനനെ അറ്റാക്ക് ചെയ്യുമെന്ന് തന്നെയാണ്
ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇത് ഡിഫൻസ് ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ നെതന്യാഹു പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ഡിസിഷൻ ആയിട്ടില്ല. ഈ ഡിസിഷൻ 9 മണിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നൊരു ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട്, അതിനുശേഷമാണ് ഫൈനൽ ഒരു ഡിസിഷൻ എടുക്കുക. ഇപ്പോൾ ഇസ്രായേലി ഡിഫൻസ് ഒഫീഷ്യലാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ താൽക്കാലികമായി ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നത് നിർത്തുന്നു, എന്നാൽ അതേസമയം ലബനനെ അവർ അറ്റാക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ്. അല്ല, അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്നാൽ അതേസമയം ഇസ്രായേലിന്റെ ഒഫീഷ്യൽസ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത് തൽക്കാലം നിർത്താം, പ്രശ്നമില്ല, പക്ഷേ ലബനനെ അറ്റാക്ക് ചെയ്യുമെന്നാണ്. അതായത് ഇവിടെ ഇസ്രായേൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് യുദ്ധം വേണമെന്നാണ്. കാരണം അവർക്ക് ആ യുദ്ധം അത്യാവശ്യമാണ് നെതന്യാഹുവിന്. കാരണം നെതന്യാഹുവിന് ഈ യുദ്ധം ഇല്ലെങ്കിൽ അവിടെ സർവൈവൽ ഇല്ല, കാരണം അവിടെ നിലനിൽപ്പില്ല. കാരണം യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ പേരിൽ ഒരുപാട് കേസുണ്ട്, അതിൻ്റെയൊക്കെ ട്രയൽ വീണ്ടും സ്റ്റാർട്ടാവും. അപ്പോൾ അത് അയാൾക്ക് ക്ഷീണമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ട്രയൽ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ യുദ്ധം അവിടെ എപ്പോഴും ഒരു യുദ്ധത്തിന്റെ ഒരു അവസ്ഥ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് നെതന്യാഹു അവിടെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.